കാസർഗോഡ് ലൈറ്റ് ഹൗസ് വന്നിട്ട് കുറേ കൊല്ലായി. പക്ഷേ ഞാൻ ഇതുവരെ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. പക്ഷേ ഇന്ന് രണ്ട് ചങ്ങായിമാരെ കൂട്ടിയിട്ട് അടുക്ക് പോകാൻ വിചാരിച്ചു ഞാൻ. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ആദ്യം തന്നെ 20 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. 182 സ്റ്റെപ്പാണ് ഈ ലൈറ്റ് ഹൗസ് കയറാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഓറാണ് എൻ്റെയൊക്കെ വന്ന ചങ്ങായിമാർ, സിനാനും അഞ്ചുവും. ലൈറ്റ് ഹൗസിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് അല്ല, ഒരു സിഗ്സാക്ക് പോലെയാണ് സ്റ്റെപ്പ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിന്റെ അടുത്ത് ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്, ചെറിയൊരു ജനല വെച്ചിട്ട് ആ ജനലിൽ നമുക്ക് പുറത്തുള്ള വ്യൂസ് എല്ലാം കാണാം. അങ്ങനെ നമ്മൾ ആ വ്യൂ കഴിഞ്ഞ് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ മീത്തേക്ക് എത്തുമ്പോൾ താഴെയുള്ള വ്യൂ. ഇങ്ങനെയുള്ള സിഗ്സാക്ക് കയറിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ചെറിയൊരു വേറൊരു വ്യൂ കണ്ട്. അപ്പോൾ സ്റ്റെപ്പെല്ലാം കയറിയ ശേഷം ഇനിയൊരു മെയിൻ സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറിയെങ്കാണ് ലൈറ്റ് ഹൗസിൻ്റെ മെയിൻ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ ഏറ്റവും എൻഡിലേക്ക് എത്തി. ഇതിലേക്ക് കയറുമ്പോഴേക്കാണ് കാസർഗോഡിൻ്റെയും പിന്നെ അറബിക്കടലിൻ്റെയും ഭംഗി കാണാൻ പറ്റുന്നത്. ഇങ്ങനെ കയറുമ്പോഴേക്കാണ്. ഞാൻ ദുബൈയിൽ ബുർജ് ഖലീഫാൻ്റെ മീത്തെ കയറിയിട്ട് വ്യൂ എല്ലാം കണ്ടിന്. പക്ഷെ കാസർഗോഡ് ലൈറ്റ് ഹൗസിൻ്റെ മീത്തെ നിന്നിട്ട് കടലിൻ്റെ വ്യൂ കാണുമ്പോഴേക്കില്ല, വേറെ തന്നെ ഒരു വൈബാണ്. കാസർഗോഡിലെ ഈ ലൈറ്റ് ഹൗസ് വന്നത് 1984 ഏകദേശം 42 കൊല്ലമായി ഈ ലൈറ്റ് ഹൗസ് വന്നിട്ട്. പിന്നെ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞെങ്കിൽ 30 മീറ്ററാണ്. അതുപോലെ ഈ ലൈറ്റ് ഹൗസിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ കടലിൽ പോയ കപ്പലുകൾക്ക് വഴി കാട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസിലെ ലൈറ്റ്. അതായത് വൈകുന്നേരം നമ്മളെ ഭാഷയിൽ പറഞ്ഞെങ്കിൽ വൈകിട്ട് 5:00 ശേഷമാണ് ലൈറ്റ് കത്താൻ തുടങ്ങുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.